ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന 3 ഡെസേർട്ട് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആദ്യം നമുക്കൊരു ചോക്ലേറ്റ് പുഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ട് ആദ്യം പാനിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ബിസ്ക്കറ്റും ആഡ് ചെയ്ത് കൊടുക്കുക. ബിസ്ക്കറ്റ് ഇങ്ങനെ 2 തരം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു തരം ചേർത്താലും മതി. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തൊരു തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് മാറ്റി വെക്കുക. ഇനി പുഡിംഗ് ട്രേയിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ബിസ്ക്കറ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ ആ ചോക്ലേറ്റ് മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ലെയർ ചെയ്യുക. ഞാനിവിടെ 2 ലെയർ ആയിട്ടാണ് ചെയ്തത്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. ഇനി നമുക്കൊരു ബട്ടർ മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. ഈ പുഡിങ് ഭയങ്കര സോഫ്റ്റാണ്. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളവും ചേർത്തിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറും കുറച്ച് പാലും കൂടി കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ പഞ്ചസാര ഇത്രയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി പാലൊന്ന് ചൂടായി വന്നാൽ ഇതിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്കും ബട്ടറും ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഏകദേശം ഒരു 75 ഗ്രാം ബട്ടറിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ബട്ടറൊന്ന് നല്ലോണം മെൽറ്റായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ബട്ടർ മെൽറ്റായാൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസും കൂടി ഇതിൽ മെൽറ്റായാൽ 2 സ്ലൈസ് ബ്രെഡ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ചൂടാറാൻ വെക്കുക. ഇനി ചൂടാറി ഈ മിക്സ് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഇത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുക. ഇനി ലാസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു മാംഗോ മിൽക്ക് കേക്കാണ്. ആദ്യം ഇതിൻ്റെ മാംഗോ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിയ പാലും അതിലേക്ക് കണ്ടൻസ് മിൽക്ക്, മാംഗോ പൾപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഞാൻ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ലെയറായിട്ട് സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സെക്കൻഡ് ലെയർ മാംഗോ മിൽക്കും 3rd ലെയറിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിതൊരു 3 ലെയർ ബ്രെഡ് വെച്ചിട്ടാണ് ഈ പുഡിംഗ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള മാംഗോ മിൽക്കും കൂടി ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.